എല്ലാവർക്കും നമസ്കാരം. റോഡിന് സമീപത്ത് ഒരു വലിയ കാടുണ്ടെങ്കിൽ ആ കാടിനുള്ളിൽ ഒരാൾ താമസമുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പരവൂർ തെക്കും ഭാഗത്താണ്. ശരിക്കും ഈ വഴി ഞങ്ങൾ നിരവധി തവണ വാർത്തയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും വലിയൊരു കാടും ഇതിനുള്ളിലൊരു മനുഷ്യനും ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഏതായാലും ആരെയാണ് ഞാനിപ്പോൾ കാണാൻ പോകണമെന്ന് നിങ്ങൾക്ക് അല്പസമയം കഴിയുമ്പോൾ പരിചയപ്പെടുത്താം. ഏതായാലും ഈ വഴി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഞാനിപ്പോൾ ഇത്രയും കാട് താണ്ടി വന്നിരിക്കുന്നത് ഈ ചേച്ചിയെ കാണാനായിരുന്നു. ഈ ചേച്ചിയുടെ പേര് നൂറിയ എന്നാണ്. ഈ ചേച്ചി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഓഫീസിലേക്ക് ഇങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ട്, നിരന്തരം വിളിച്ചിട്ട് അച്ഛൻ്റെ വിഷമം പറയുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്കൊന്ന് വന്ന് എന്താണ് അവസ്ഥയെന്ന് നോക്കുന്നത്. അതാണ് നിങ്ങൾ അല്പം മുമ്പ് കണ്ടത്. ചേച്ചി എങ്ങനെയാണ് ഇത്രയും കാട് മൂടിയ സ്ഥലത്ത്, ഇത്രയും വിജനമായ ഒരു സ്ഥലത്ത് എത്ര നാളായി ഇങ്ങനെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിങ്ങനെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം കുറച്ച് ഒരു 10-12 വർഷത്തോളമാണ് ഞാൻ ഇങ്ങനത്തെ ബുദ്ധിമുട്ടിലായത്. അതിനു മുമ്പേ എൻ്റെ വീട് അറയും പെരയും വീടൊക്കെ ആയിരുന്നു. 4 കെട്ടും പിന്നെ അങ്കണവും പിന്നെ ഈ മനോലി അങ്കണമൊക്കെ ഉള്ള ഒരു പഴയ അറയും പെരയും വീടായിരുന്നു. അതിനകത്താണ് ഞാൻ ജനിച്ചതും. 15 വർഷമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ശരിക്കും എന്താണ് ശരിക്കും ഒറ്റപ്പെടാനുള്ള സാഹചര്യം? ഒറ്റപ്പെടാനുള്ള സാഹചര്യം എൻ്റെ ഈ വീട്, ഈ അറയും പെരയും വീട് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയി കായംകുളത്ത് പൂച്ചയെ പിടിച്ച് കൊണ്ട് കളയുമല്ലോ, അത് രീതിയിൽ എന്നെ കൊണ്ടുപോയി കായംകുളത്ത് കളഞ്ഞിട്ടാണ് എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ഈ അറയും പെരയും വീട് തറ പറ്റിച്ചത് ഇല്ലായിരുന്നു. അങ്ങനെ ഇവർ KCB കയറ്റി എൻ്റെ വീടൊക്കെ ഇടിച്ചു നിരത്തി. ഒരു സുപ്രഭാതത്തിൽ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്. ജനിച്ചത് വളർന്നതൊക്കെ ഇവിടെ തന്നെ. കുടുംബവിധാണ്. ഈ ഒരു ചെറിയ കുടിലേക്ക് ഇത് ചുരുങ്ങിപ്പോയി. അങ്ങനെ ഈ കായംകുളത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോഴും വീടില്ല. എൻ്റെ വീടെന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് അത് ഓല കെട്ടാനും മേയാനും ഒക്കെ പാട്, വെള്ളത്തിൽ കുതിർത്താനും കൊണ്ടുവരുന്നതൊക്കെ ഭയങ്കര ജോലി ചെലവും കാര്യങ്ങളും. അതുകൊണ്ട് അതങ്ങ് പൊളിച്ച് നമുക്കിവിടെ വേറെ ഒരു വലിയ വീട് വയ്ക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഒരുപാട് തലമുറകൾ കൈമറിഞ്ഞ് വന്ന പുരയിടമാണ്. ഒരുപാട് തലമുറകൾ കൈമറിഞ്ഞ് വന്ന പുരയിടമാണ്. ആ തലമുറയിലൊരു പിൻഗാമിയായ ഒരു പെൺസന്താനമാണ് ഞാൻ. ചേച്ചിക്ക് ഇവിടെ അവകാശമുള്ള ഭൂമി? പിന്നെ എനിക്ക് അവകാശമുള്ള ഭൂമി ഞാൻ ജനിച്ചു വളർന്ന ഭൂമി. തൊഴുത്ത് കെട്ടിയതിന് ശേഷം ഉണ്ടായ അസുഖങ്ങൾ എന്തൊക്കെയായിരുന്നു? തൊഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തായിരുന്നു? തൊഴുത്ത് എനിക്ക് ഏത് നേരവും തൊഴുത്തിൽ പശുവും ഈ ചാണാനും വെള്ളവും മൂത്രവും ഇത് എപ്പോഴും എരുത്തിൽ ക്ലീൻ ചെയ്യില്ലായിരുന്നു എൻ്റെ ജോലി. കാല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു, സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട് ഈ 2 കാലുകളും കാണുമ്പോൾ. ഇപ്പോൾ ഈ കാല് ശരിക്കും ഡോക്ടർ ഇപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ഇപ്പോൾ ഈ രാജന്മാരായിരുന്നു, അവന്മാരാണ് ഈ പരിവാക്കി തന്നത്. നമ്മുടെ സമ്മതം കൂടാതെ നമ്മുടെ കാലിൻ്റെ വിരലൊക്കെ അങ്ങ് മുറിച്ച് മാറ്റിയിട്ട് അവർ കെട്ടിപ്പന്തിയൊക്കെ വെക്കും. അപ്പോൾ ഈ ഡ്രസ്സിങ്ങിന് വേണ്ടി കെട്ടഴിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ കാല് കാണും. എൻ്റെ വിരലെന്ത് ചെയ്ത്, എൻ്റെ വിരലെന്ത് ചെയ്ത് എന്നോട് ചോദിച്ചിട്ടല്ല എൻ്റെ വിരലെടുത്ത്, എൻ്റെ വിരലെന്ത് ചെയ്തെന്ന് ചോദിച്ച്. അപ്പോഴേ ഈ വ്യാജം കയറി അങ്ങ് വയലൻ്റായിട്ട് ഞാൻ ചൂടായി. വയലൻ്റായിട്ട് ചോദിച്ച് എൻ്റെ സമ്മതമില്ലാതെ എന്തിനെൻ്റെ കാലിലെ വിരലെടുത്തു എന്ന് ചോദിച്ച് ഞാൻ വയലൻ്റായപ്പോൾ അവൻ എന്നെ അവിടെ നിന്ന് അങ്ങ് ഡിസ്ചാർജ് ആക്കി. പോയത് എനിക്കിപ്പം ഈ കാലിൽ ആകെ ഒരൊറ്റ വിരലേ ഉള്ളൂ, ആ കാണുന്ന ഒരു വിരൽ. ബാക്കി വിരലൊന്നും എനിക്കില്ല. ഇപ്പുറത്തെ കാലിൽ തള്ള വിരലിൻ്റെ പകുതിയാണ് അന്ന് എടുത്തത്. വളരെ സങ്കടത്തോട് കൂടിയിട്ടൊരു കാര്യം പറയുകയാണ്. ചേച്ചിയുടെ കാലിൻ്റെ ഈ ഒരു വലത് കാലിന് ഒരു വിരൽ മാത്രമാണുള്ളത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ കാലിൽ, അതായത് ഇടതേ കാലിൽ ഒരു തള്ളവിരൽ മുഴുവനായിട്ട് മുറിച്ചു.
അതോടൊപ്പം ബാക്കിയുള്ള കാലിനൊക്കെ തന്നെ ഇനി ഒരു വലിയ പാദം മുറിച്ചു മാറ്റുന്ന സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പാദം മുറിച്ച് മാറ്റാൻ, കാല് മുറിച്ച് മാറ്റണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞാൻ അതിന് വഴിപ്പെട്ടില്ല. വെപ്പ് കാലിന് ഞാൻ തയ്യാറായില്ല. മരിക്കുമെങ്കിൽ ഇതിലങ്ങ് മരിക്കട്ടെ എന്ന് ഉറച്ചിട്ട് കാലെടുക്കാൻ ഞാൻ മനസ്സ് കാട്ടിയില്ല. ഇനി ചേച്ചിക്ക് വേറെ ഈ കാലിൻ്റെ അല്ലാതെ വേറെ പോർട്ടിൽ ഇപ്പോൾ പറയുന്നത് അവർ കാലിൻ്റെ പാദം മാറ്റിത്തരും. ഞാൻ ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, ഡോക്ടർമാരെ ആരെയും ഞാൻ സമീപിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി പലരും ആ ഹോസ്പിറ്റലിലെ ചികിത്സയെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറയുന്നതായിട്ട് എന്നെ അറിയിച്ചത് കാലവർ മാറ്റിത്തരും, ഫുള്ളായിട്ട് സ്വാതന്ത്ര്യം തരും, മാറ്റും, റെഡിമെയ്ഡ് കാലുകൾ വയ്ക്കും, അവർ നഷ്ടപ്പെട്ടു പോയ എല്ലുകൾക്ക് പകരം എല്ല് വയ്ക്കും എന്ന് പറയുന്നു. പക്ഷേ ഈ അന്വേഷിച്ച ആളുകൾ പറയുന്ന 5 ലക്ഷം രൂപ, 6 ലക്ഷമാണ് പറഞ്ഞത്. ഞാനതങ്ങ് ചുരുക്കി 5 ലക്ഷം ആക്കിയാണ്. 5 ലക്ഷം രൂപ കയ്യിലില്ലാതെ അങ്ങോട്ട് പ്രവേശനം പാടില്ല. പക്ഷെ 5 രൂപ പോലും ഇനി എൻ്റെ സ്വന്തമായിട്ട് എൻ്റെ കൈ കൊണ്ട് എടുത്ത് എനിക്ക് ചികിത്സിക്കാൻ വഴിയില്ല, നിർവാഹമില്ല. എൻ്റെ എനിക്ക് ശേഷിച്ച, ഞാൻ കഷ്ടപ്പെട്ടതാണെങ്കിലും എൻ്റെ കായംകുളത്തുള്ള ഒരു 2.25 സെൻറ്റ് പുരയുടെ ഒരു ചെറിയ വീടും ഉണ്ടായിരുന്നു. അത് കൊടുത്ത പൈസയാണെങ്കിലും എല്ലാം ഈ കാലിന് വേണ്ടി ഈ ഹോസ്പിറ്റലുകളിൽ ചിലവായി തീർന്നു. ഇനി വേദനയ്ക്കുള്ള ഗുളിക പോലും വാങ്ങിച്ച് കഴിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ ചേച്ചി പറഞ്ഞത് ഒരുപാട് ആ ചേച്ചിയുടെ വ്യക്തിപരമായിട്ട് ആ ചേച്ചിയുടെ ജീവിതത്തിൽ നേരിട്ട് ഒരുപാട് അനുഭവങ്ങൾ, അതുപോലെ തന്നെ ഇത്രയും ഒരു കാട് താണ്ടി, റോഡിന് സമീപമാണെങ്കിലും ഒരു കാട് താണ്ടിയാണ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് എത്തിയത്. ഈ വീട്ടിലെ ഒരുപാട് സാഹചര്യങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഒരു 15 വർഷം ഒരു സ്ത്രീ ഇത്രയും ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. ഈ ചേച്ചിയുടെ ശരിക്കും പറഞ്ഞാൽ കുടിക്കുന്ന വെള്ളം പോലും ശരിക്കും ചേറ് കലർന്ന വെള്ളമാണ് കുടിക്കുന്നത്. നിങ്ങൾക്ക് ആ കിണർ ഞാനൊന്ന് കാണിച്ചു തരാം. ഒരു കിണറിൻ്റെ അടുത്തേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഇവിടെ ഒരു കിണറുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ വള്ളിയെല്ലാം ഒന്ന് മാറ്റി, ഈ കാട് പകഞ്ഞ് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്തോട്ട് നോക്കിയിട്ട് ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു അതിശയം. ഇവിടെ മുഴുവനും ഈ നായ്ക്കുറുന എന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ. ശരിക്കും ദേഹമൊക്കെ ചൊറിയും. ഇവിടെ ശരിക്കും അതിൻ്റെ ഒരു വലിയ ഈ കാട്, ഈ പ്രദേശം മുഴുവൻ ഈ ഒരു ചെടി കൊണ്ട് നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ അധിക സമയം നിൽക്കുന്ന അത്ര സേഫ് അല്ല. നമുക്ക് ഈ ചേച്ചിയുടെ വീടിൻ്റെ അകം ഒന്ന് കാണാം. ഇത് ശരിക്കും വീടായിരുന്നില്ല, മുമ്പ് തൊഴുത്തായിരുന്നു. ഈ തൊഴുത്തായിരുന്ന സമയത്തുണ്ടായിരുന്ന പശുക്കളെയൊക്കെ നോക്കിയതിന് ശേഷമാണ് ചേച്ചിക്ക് കാലിന് ഇത്രയും അസുഖങ്ങളൊക്കെ വന്നത്. ശരിക്കും ഒറ്റപ്പെട്ടൊരു വീട്ടിനകത്ത് എങ്ങനെയാണ് ഇത്രയും കാടിന് നടുക്ക് ഇങ്ങനെ താമസിക്കുന്നത്? തീരെ സൗകര്യങ്ങളില്ലാത്ത ഒരു വീടാണ്. കട്ടിലിൽ തന്നെയാണ് ഈ പാചകത്തിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ വെച്ചിരിക്കുന്നത്.
ഇപ്പോൾ നിങ്ങൾ കണ്ടത് നൂറിയ എന്ന് പറയുന്ന ചേച്ചിയുടെ വീടിൻ്റെ അവസ്ഥയാണ്. നമ്മൾ ആ കയറി വരുന്ന സമയം മുതൽ നമ്മൾ ഈ വീടിനകത്ത് എത്തുന്നത് വരെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പോലും ഭയങ്കര ഒറ്റയ്ക്കിരിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ. എങ്ങനെയാണ് ഈ ചേച്ചി 15 വർഷം ഈ വീട്ടിനകത്ത് ഇത്രയും അസുഖവുമായിട്ടിരിക്കുന്നതെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഏതായാലും അധികാരികളുടെ ശ്രദ്ധയിലേക്കാണ് ഞങ്ങൾ ഈ ചേച്ചിയുടെ ഈ ഒരു വിഷയം കൊണ്ടുവരുന്നത്. ഏതായാലും ബന്ധപ്പെട്ട അധികൃതർ വേണ്ട രീതിയിലുള്ള നടപടിയെടുക്കുമെന്ന വിശ്വാസത്തോടെ ക്യാമറമാൻ ശ്രീകണ്ഠനോടൊപ്പം ബിലു അനിത്സൻ, കേരള ടുഡേ.